TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി ശുശ്രൂഷ രാവിലെ 10 സെയിന്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശരി ശുശ്രൂഷ രാവിലെ 10 ഐശ്വര്യ ഓഡിറ്റോറിയം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ, നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ലോകമെങ്ങും ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ശുശ്രൂഷയുടെ പങ്കാളികളാ, പ്രേക്ഷകരല്ല. നമ്മൾ ഒന്നിച്ച ഈ ടെലിവിഷൻ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ദൈവകൃപയാൽ 10,000 വ്യക്തികളുടെ വിടുതൽ, സൗഖ്യങ്ങൾ, ജീവിത രൂപാന്തരങ്ങൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ സംതൃപ്തിയാണ്. കഴിഞ്ഞ പല TV പ്രേക്ഷക മീറ്റിങ്ങുകളിലും ചെന്നപ്പോൾ നമ്മളുടെ ഈ ടെലിവിഷൻ പ്രോഗ്രാം കണ്ടതിലൂടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞതിലൂടെ മദ്യപാനം മാറിയവർ, തകർന്ന കുടുംബങ്ങൾ ഒന്നായി തീർന്ന അത്ഭുതങ്ങൾ, കൂടാതെ ഡോക്ടർമാർക്ക് പോലും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നിന്ന സ്ഥാനത്ത് അത്ഭുതകരമായ സൗഖ്യം കിട്ടിയവർ, ഇങ്ങനെ പല സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിന് എന്തൊരു സന്തോഷമാണ്. ഞാൻ വീണ്ടും എല്ലാ TV പ്രേക്ഷക മീറ്റിങ്ങിലും തങ്കുബ്രദറും ഞാനും ഞങ്ങൾ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ചെയ്യുന്ന ഒന്നല്ല, നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത്. ആരാ സുവിശേഷം പറയേണ്ടത്? കർത്താവായ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ് അടുത്ത ആളോട് ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയിക്കുക എന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നത്, നമ്മളെ കർത്താവ് വിളിച്ചെങ്കിൽ, വിളി കേട്ടെങ്കിൽ യേശു കർത്താവ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന വചനം പത്രോസ് പറയുന്നുണ്ട്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാനായിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സുവിശേഷം അറിയിക്കുന്നതിൽ ഈ TV പ്രോഗ്രാമിന്, നമുക്കറിയാമല്ലോ, ഒരു കൺവെൻഷൻ സ്ഥലത്ത് എല്ലാവർക്കും വരാനൊക്കില്ല. എന്നാൽ ഈ TV പ്രോഗ്രാം എല്ലാ ഭവനങ്ങളിലും കടന്നു ചെല്ലുക. അപ്പം നമുക്ക് വലിയൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സാണ്. TV പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി പേര് കഠിനാധ്വാനം ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറകൾ 10-12 വർഷം പഴക്കമുള്ളവയാണ്. നമ്മുടെ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന പല എക്വിപ്മെൻറ്റ്സ്, നമ്മുടെ ഓരോ എക്വിപ്മെൻറ്റ്സും വളരെ പഴകി. എന്നാൽ അത് മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്തു. ഈ ദിവസങ്ങളിൽ നമുക്കത് വേണം. സ്റ്റുഡിയോയുടെ കാര്യങ്ങൾ റെഡിയാകണം. എന്നാൽ ഇതുവരെയും TV പ്രോഗ്രാമുകളെ ഓരോരുത്തരും സ്പോൺസർ ചെയ്തുകൊണ്ട് ഓരോ പ്രോഗ്രാമും നിങ്ങൾ കാണുന്നത്. ഇന്ന് ഈ കാണുന്ന പ്രോഗ്രാമിൻ്റെയും പുറകിൽ സാമ്പത്തികമായി പലരും സഹായിച്ചു. സോ ഇനിയുള്ള നാളുകളിൽ പ്രോഗ്രാമുകളെ ഹെൽപ്പ് ചെയ്യുവാനും നമ്മുടെ എക്വിപ്മെൻറ്റ്സിന് വേണ്ടി നമ്മുടെ ഒരു മിഷൻ മന്ത്സ് ആയിരിക്കും ഇപ്പോൾ ഇനിയുള്ള ചില മാസങ്ങൾ. നിങ്ങൾ ഈ TVയിൽ ഇപ്പോൾ കാണുന്ന ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് ഈ നമ്പറിൽ വിളിക്കണം. എങ്ങനെ നിങ്ങൾക്ക് ഒരു എക്വിപ്മെൻറ്റ് വാങ്ങാനായിട്ട് സഹായിക്കാം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം ചിലർ വിളിച്ചിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ഒരു എക്വിപ്മെൻറ്റ് വാങ്ങിത്തരാൻ പറ്റും, ചിലർക്കതിന് ആഗ്രഹമുണ്ട്. വിളിച്ചവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് എൻക്വയറി ചെയ്താൽ മതി. അതല്ല, ഇനി വലിയൊരു തുക കൊടുക്കാനില്ല, ചെറിയൊരു തുകയുള്ളെങ്കിലും അതും വിലപ്പെട്ടതാണ് ദൈവരാജ്യത്തിൽ. സോ നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കണം. മിഷൻ മന്ത്സിൽ ഇതിൻ്റെ എല്ലാ പ്രേക്ഷകരും, അല്ല പങ്കാളികളായ നിങ്ങൾ ഓരോരുത്തരും, നമ്മളെല്ലാം പങ്കാളികളാകണം. നമുക്കൊന്നിച്ച് ചേർന്ന് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ അല്പസമയം ദൈവവചനം പഠിക്കാൻ പോകുകയാണ്. ദൈവവചന പഠനത്തിലേക്ക് കടക്കാം. നമ്മുടെ ദൈവവചന പഠനം നമ്മുടെ ധാരണകൾ തിരുത്തും, അനുഗ്രഹത്തിലേക്ക് നടത്തും. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ധാരണ തിരുത്തേണ്ടിയ ഒരു വലിയ ഏരിയയാണ് ദൈവമക്കളുടെ വേർപാടും വിശുദ്ധിയും. ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഇതേ കാര്യം കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും
ഇന്ന് ദൈവവചനത്തിലെ മറ്റൊരു വേദഭാഗം അതിനുവേണ്ടി നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന. കഴിഞ്ഞ ദിവസം എന്നെ ഒരു വിശ്വാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവർ സ്വർഗീയ വിരുന്നിൽ ഒരു ആരാധന സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ വേറെ ചില വിശ്വാസികൾ പറഞ്ഞു, നിങ്ങളുടെ അവിടെ വേർപാടും വിശുദ്ധിയൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് വസ്ത്രവും ധരിക്കാം, നിങ്ങൾ ആഭരണം ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വേർപാടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ച്, ബ്രദറെ എന്താ അത് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സഹോദരി ഫോണിൽ അത് പറയാൻ ഒത്തിരി സമയമെടുക്കുമല്ലോ. അപ്പോൾ അതും എൻ്റെ മനസ്സിൽ കിടന്നു. നമ്മളുടെ ധാരണകൾ, വേർപാടും വിശുദ്ധിയും എന്താണെന്നുള്ളത് നമ്മുടെ ധാരണയൊന്ന് തിരുത്തി അനുഗ്രഹിക്കപ്പെടാം. ദൈവവചനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളാണ് വിശ്വാസിക്ക് ചിലതിനോട് വേർപാട് പാലിക്കണം. ഹി ഷുഡ് ബി സെപ്പറേറ്റഡ്. എന്നാൽ ഈ സെപ്പറേഷൻ എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെടും. ഒന്ന്, കുറേ മനുഷ്യരോട്, അവിശ്വാസികൾ അല്ലെങ്കിൽ ഈ ആത്മീയ അനുഭവം കിട്ടാത്തവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒന്നാണോ വേർപാട്? അവരോടൊന്നും ഇനിയും കണ്ടാൽ മിണ്ടത്തില്ല. നെവർ, അങ്ങനെയല്ല. കർത്താവായ യേശുക്രിസ്തുവാണ് നമുക്ക് ഏറ്റവും വലിയ മാതൃക. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് എബ്രായ ലേഖനം പറയുന്നതിൽ ഒരു കാര്യം ഇതാണ്, അവൻ പാപികളോട് വേർപെട്ടവൻ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ ഈ ലോകത്ത് കാണുമ്പോൾ പാപികളുടെ മധ്യത്തിലാണ് കണ്ടത്. അന്ന് ഞങ്ങൾ വേർപെട്ടവരാണെന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു കൂട്ടർ യേശുക്രിസ്തു ഈ ലോകത്തുണ്ടായിരുന്നപ്പോൾ ഉണ്ട്. അത് പരീശന്മാരെന്ന് പറയും. യഹൂദന്മാരുടെ കൂട്ടത്തിൽ തന്നെ മതതീഷ്ണതയുള്ളവരായിരുന്നു. സ്ട്രിക്റ്റായിട്ടും മോശയുടെ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നവർ. അവർ ഇതര ജാതികളുമായിട്ട് ഭയങ്കരമായി അവർ വേർപെട്ട് നിന്നു. ഒരു അയിത്തവും തീണ്ടലും തൊടിയിലും പോലെ അവരൊക്കെ പാപികളാ, കൊള്ളരുതാത്തവരാ. ഞങ്ങൾ ആണ് ദൈവത്തിൻ്റെ ജനം. അവർ ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളും അനുഷ്ഠിക്കും. പക്ഷേ കർത്താവായ യേശുക്രിസ്തു പലപ്പോഴും പരീശന്മാരോട് പറഞ്ഞു, പുറമേ പാപം ചെയ്യാതിരുന്നുകൊണ്ട് പാപിയാകാതിരിക്കില്ല. ഹൃദയത്തിൽ നിനക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ മോഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ ഒരാളോട് വൈരാഗ്യമുണ്ടെങ്കിൽ അത് ചെയ്ത ആളെ പോലെ തന്നെയാണ് എന്ന് യേശു പറഞ്ഞ് ഈ വലിയ വിശുദ്ധന്മാരും വിശുദ്ധരല്ലെന്ന് പറയുന്നവരും ദൈവിക ദൃഷ്ടിയിലെല്ലാം ഒരുപോലെ ഉള്ളൂ എന്ന് കർത്താവ് വ്യക്തമാക്കിയവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ പരീശന്മാർ, പരീശൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേർപെട്ടവൻ, ഹസിദീം എന്ന വാക്കാണ്. വേർപെട്ടവൻ, അവർ തങ്ങളിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും മാറിയായിരിക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ കാണാം. ആത്മീയരായി കഴിഞ്ഞാൽ പിന്നെ, ദൈവഭക്തരായി കഴിഞ്ഞാൽ പിന്നെ ആ മറ്റ് ജനങ്ങളുമായിട്ടൊന്നും ഇടപെടാതെ പ്രത്യേക വേഷവും പ്രത്യേകമായി മാറി നടക്കുന്ന ഒരു രീതി, അത് പഴയ നിയമത്തിൽ ഒക്കെ നമുക്ക് കാണാം. എന്നാൽ ക്രിസ്തു ഇവിടെ വന്നപ്പോൾ ഇവിടെ വെളിപ്പെടുത്തിയ വേർപാട് അങ്ങനെയായിരുന്നില്ല. കർത്താവിനെ നമ്മൾ കാണുന്നത് ചുങ്കക്കാരുടെയും പാപികളുടെയും, നാട്ടുകാരെല്ലാം മഹാപാപി എന്ന് വിളിച്ച് തള്ളിക്കളഞ്ഞവരുടെ ഇടയിലാണ് കർത്താവിനെ കണ്ടത്. അതുകൊണ്ടാണ് സക്കായിയുടെ വീട്ടിൽ കർത്താവ് വിരുന്നിന് പോയപ്പോൾ അന്നത്തെ പരീശന്മാരും ഈ ഞങ്ങൾ വലിയ ആത്മീയരാണെന്ന് പറഞ്ഞ ആൾക്കാർ കർത്താവിനെ വിമർശിച്ചു. നോക്കൂ, ഇവൻ പാപികളുടെ കൂടെ തിന്നാൻ പോയിരിക്കുന്നു. മാത്രമല്ല വേറൊരിടത്ത് കർത്താവിനെ അവർ വിളിച്ചവൻ ചുങ്കക്കാരുടെയും പാപികളുടെ സ്നേഹിതന, ഫ്രണ്ട് ഓഫ് ദ സിന്നേഴ്സ്. കർത്താവായ യേശുക്രിസ്തു വന്നത് തന്നെ പാപികളെ തെരഞ്ഞ് രക്ഷിപ്പാൻ. കർത്താവ് സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞ ഒരു ഉപമ മത്തായി എഴുതിയ സുവിശേഷം 22-ലുണ്ട്. ഈ ദിവസങ്ങളിൽ ആ വചനം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുക. അത് ഒരു രാജാവ് കല്യാണ സദ്യയ്ക്ക് ആളെ ക്ഷണിച്ചവരെ തിരിച്ചു വിളിക്കാൻ വീണ്ടും സമയമായപ്പോൾ തൻ്റെ മകൻ്റെ കല്യാണ സദ്യയ്ക്ക് ഒരു രാജാവ് അനേകരെ വിളിച്ചു. പക്ഷേ സമയമായപ്പോൾ ഇവരാരും വന്നില്ല. ആദ്യം പരിചാരകരെ വിട്ടിട്ട് സമയമായി വരാൻ പറഞ്ഞു, അവർ വന്നില്ല. രണ്ടാമതും വിട്ടു, അവർ വന്നില്ല. നമുക്ക് മനസ്സിലാവും ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ യഹൂദന്മാർ തള്ളിക്കളഞ്ഞതിനെ അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നു. അല്ലെങ്കിൽ ആരൊക്കെ സുവിശേഷം തള്ളിക്കളയുന്നു അവരൊക്കെ ഇതുപോലെയാണ്. വിളി കിട്ടി, രാജവിരുന്നാണ്, എല്ലാം ഉണ്ട്. കർത്താവ് ഈ ലോകത്ത് വന്നത് നമുക്കെല്ലാം ഒരുക്കി തരാൻ. അതുകൊണ്ടാണ് മത്തായി 22-ൽ എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വിരുന്നിലെല്ലാം ഒരുങ്ങിയിരിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ വിരുന്നായതുകൊണ്ട് ഇത് കേവലം ഭക്ഷണമല്ലല്ലോ. നമുക്ക് വേണ്ട എല്ലാ സമാധാനവും സന്തോഷവും അനുഗ്രഹവും കുടുംബത്തിൻ്റെയും തലമുറയുടെ അനുഗ്രഹങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ വിളി കേട്ട് വരുന്നവർക്ക് എല്ലാ അനുഗ്രഹമുണ്ട്, സംശയിക്കേണ്ട. അതെല്ലാം ഒരുക്കിയ കർത്താവ് വിളിക്കുന്നത്.
പക്ഷേ സുവിശേഷവുമായിട്ട് ചെല്ലുമ്പോൾ പലരും ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ കുറേ നല്ല ആൾക്കാരാണ്, ഇതൊക്കെ പാപികളോടും കുഴപ്പക്കാരോടും ക്രിമിനലിനോടും ഒക്കെ പോയി പറ എന്ന് പറയുന്നവർ ഇന്നുമുണ്ട്. അതാണ് ക്ഷണിക്കപ്പെട്ടെങ്കിലും തത്സമയത്ത് ക്ഷണം നിരസിച്ചവരാ. ഉടനെ ഈ രാജാവ് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യും, പരിചാരകരോട് പറയുക, നിങ്ങൾ പോയി തെരുക്കോണുകളിലൊക്കെ ചെന്ന് കണ്ടവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരാൻ നോക്കൂ. അപ്പോൾ കർത്താവിൻ്റെ സഭ യേശു വിളിക്കുന്ന എല്ലാവരെയുമാണ്. സഭ പോകേണ്ടത് കണ്ടവരെയൊക്കെ വിളിക്കാനാണ്. എന്നിട്ട് അതിനടുത്ത വാക്യത്തിൽ മത്തായി 22 വായിക്കുന്നു, അവർ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അപ്പം എനിവൺ ക്യാൻ കം. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ കർത്താവ് ആളെ ആകെ മാറ്റും. താൻ വന്ന ആ പാപ വസ്ത്രത്തിലകത്ത് വന്നതെങ്കിൽ മദ്യപാനിയായിട്ടും കുഴപ്പക്കാരനായിട്ടും വൈരാഗ്യവാനായിട്ടും ഒക്കെ ആയിരിക്കും അകത്ത് വന്നത്. അതല്ല കുറച്ച് ഡീസൻ്റ് ആയിട്ടാണോ വന്നത്? എല്ലാവരെയും തൻ്റെ നീതിയുടെ വസ്ത്രം കർത്താവ് അങ്ങ് ഇടിയിക്കും. എന്ന് പറഞ്ഞാൽ ഏറ്റവും പാപിയെ പോലും കർത്താവ് രൂപാന്തരപ്പെടുത്തും. ഇതാണ് ദൈവത്തിൻ്റെ വേർപാടിൻ്റെ പ്രത്യേകത. താൻ പാപത്തോട് വേർപെട്ടയാളാണ്, പാപിയോട് വേർപെട്ടയാളാണ്, പക്ഷേ താൻ ജനങ്ങളുടെ ഇടയില്ല. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്ന് 14 മുതലുള്ള വാക്യങ്ങളാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ഭാഗം ശ്രദ്ധിക്കാൻ. 2 കൊരിന്ത്യർ 6:14 മുതൽ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്തൊരു കൂട്ടായ്മ, ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ എന്നാണ് അവിടെ പറയുന്നത്. അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. എന്നിട്ട് പഴയ നിയമത്തിലൊരു വാക്യമാണ് ഉദ്ധരിക്കുന്നത്. നമ്മളിപ്പോൾ വായിക്കുന്ന 2 കൊരിന്ത്യർ 6:14 മുതൽ അതിൻ്റെ 16-ാം വാക്യത്തിൽ ശ്രദ്ധിക്കുക. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഇണയില്ലാപ്പണ കൂടരുത്, അവിശ്വാസികളുമായി ഇണയില്ലാപ്പണ കൂടരുതെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഈ വാക്യം ഉദ്ധരിക്കുന്നത്. ഇനി ഒരു വാക്യം കൂടെ ഉദ്ധരിക്കുന്നത് ശ്രദ്ധിക്കുക, 17-ാം വാക്യം. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, ആ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇവിടെ പറയുന്നത് പഴയ നിയമത്തിലെ വിശുദ്ധിയും വേർപാടുമാണ്. ഇവിടെ 2 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുക. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ, അശുദ്ധമായത് തുടരുത്. നമുക്കറിയാം പഴയ നിയമകാലത്ത് യഹൂദന് ബാഹ്യമായൊരു വിശുദ്ധിയുടെ കൽപ്പനകളാണ് കൊടുത്തിരുന്നു. അതായത് ശവത്തെ തൊട്ടാൽ അവൻ അശുദ്ധനാണ്. മാത്രമല്ല ഒരു കുഷ്ഠരോഗിയെ തൊട്ടാൽ ആ ആൾ അശുദ്ധനാണ്. അയാൾ സ്വയം ആചാരപരമായ അശുദ്ധി, സെറിമോണിയലി അൺക്ലീൻ എന്ന് പറയും. പിന്നെ ഈ ആൾ ചില ശുദ്ധീകരണമായ പ്രക്രിയകൾ ആലയത്തിൽ പോയി കഴിച്ച് പുരോഹിതൻ്റെ അടുക്കൽ പോയി യാഗമൊക്കെ കഴിച്ചാലേ ഇയാളെ പിന്നെ സമൂഹത്തിൽ ഉൾക്കൊള്ളത്തുള്ളൂ. അതൊരു ബാഹ്യവിശുദ്ധിയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇത് കോൺട്രഡിക്ഷനായിട്ട് തോന്നുന്നില്ലേ? അപ്പോസ്തലൻ നേരെ ഓപ്പോസിറ്റാണോ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കുക, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത് എന്ന് പറയുക. ഇവിടെ അടുത്ത വാക്യത്തിൽ പറയാം, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് പഴയ നിയമത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചിരിക്കുക. മാത്രമല്ല അശുദ്ധമായതൊന്നും തൊടരുത്. അപ്രകാരമുള്ളൊരു വിശുദ്ധിയാണോ? ഇതിൽ നിന്നാണ് പലപ്പോഴും ഈ പുതിയ നിയമ വിശ്വാസികൾക്കും ചില പ്രത്യേക കളറുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ മനുഷ്യരുടെ ഉള്ളിലുണ്ട്. നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ ഇതേ പൗലൂസ് പറയുകയാണ്, തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത് എന്നീ ഉപദേശങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് വന്നത്? ഇത് ജ്ഞാനവാദത്തിൽ നിന്ന് വന്നതല്ലേ നിങ്ങൾ എന്ന് പൗലൂസ് അവിടെ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കൊലോസ്യ സഭയെ ശാസിച്ചുകൊണ്ട് ചോദിക്കുക. അശുദ്ധമായതൊന്നും തൊടരുത് എന്ന് 2 കൊരിന്ത്യർ 6-ൽ പഴയ നിയമത്തിലെ ആ വാക്യം എടുത്ത് വായിക്കും. അപ്പം ചില വസ്തുക്കളെ തൊടാൻ പാടില്ല എന്ന് ഒരിക്കലും കർത്താവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ ഉപദേശത്തിലില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കൊലോസ്യ ലേഖനത്തിലെ വാക്യം തന്നെ കേൾക്കുക. കൊലോസ്യർ 2:20 മുതൽ. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ചു മരിച്ചുവെങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷകൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തുടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്ന എന്ത്? ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്ന അത്രേ. എന്നിട്ട് പറയാണ്, ഇങ്ങനെ ചില വസ്തുക്കളെ തൊടാതിരുന്നതുകൊണ്ടോ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിച്ചതുകൊണ്ടോ താഴോട്ട് പറയുമ്പോൾ ഇതുകൊണ്ടൊന്നും ജഡാഭിലാഷം അടങ്ങത്തില്ല. ചില വസ്തുക്കളല്ല നിങ്ങളിൽ
അല്ലെങ്കിൽ ഏതോ ആഹാര പദാർത്ഥങ്ങൾ വർജിച്ചാൽ നിങ്ങൾ വിശുദ്ധരാകില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വസ്ത്രം ധരിച്ചാൽ, ചില ശരീരത്തിൽ ചിലത് നിങ്ങൾ അണിയാതിരുന്നാൽ അതുകൊണ്ട് വിശുദ്ധി വരില്ല എന്ന് വ്യക്തമായിട്ട് പറയാം. അപ്പം പുറമേ വസ്തുമയമായ ലോകത്തോട് മാറിയിരിക്കുന്നൊരു വേർപാടല്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അത് തന്നെയാണല്ലോ കർത്താവായ യേശു താനും പറഞ്ഞു, നിങ്ങളുടെ വായ്ക്കകത്തേക്ക് പോകുന്ന അല്ല നിങ്ങളെ അശുദ്ധരാക്കുന്നത്, മറിച്ച് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് ദുശ്ചിന്ത, വ്യഭിചാരം, കപടം, പക, പിണക്കം, ഇതൊക്കെയാണ് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. അപ്പോൾ ക്രിസ്തു മുഖേന ഇവിടെ വെളിപ്പെട്ട പാപങ്ങളെന്നും അശുദ്ധി എന്നും പറയുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഇത്തരം കാര്യങ്ങളാണ്. വാസ്തവത്തിൽ അതിനോടുള്ള വേർപാടാണ് വേർപാട്. 2 കൊരിന്ത്യർ 6:14 ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. ഇപ്പം മുമ്പേ നമ്മൾ കേട്ടത് അശുദ്ധമായ ചില വസ്തുക്കളുണ്ട്, അതിൽ നിന്ന് മാറിയിരിക്കുക. ഇവിടെ അശുദ്ധമായ വ്യക്തികളുണ്ട്, അതിൽ നിന്ന് മാറിയിരിക്കുക. അങ്ങനെയാണോ പൗലൂസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇതേ പൗലൂസ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. ഞാനിത് വായിക്കുന്നത് ഇതൊന്നും പരസ്പര വിരുദ്ധമല്ല, കോൺട്രഡിക്ഷനായിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. അത് താഴോട്ട് വായിക്കുമ്പോൾ വ്യക്തമാവും അപ്പോസ്തലന്മാരും യേശുക്രിസ്തു ഒരേ കാര്യത്തിലാണ് നിൽക്കുന്നത്. 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ കേൾക്കുക. ദുർനടപ്പുകാരോട് സംസർഗം അരുത് എന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ പിടിച്ചുപറിക്കാരോടോ വിഗ്രഹാരാധികളോടോ അരുത് എന്നല്ലല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലോകം വിട്ടുപോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് മാറി നടക്കണ്ട, അവരുടെ ഇടയിൽ വേണം ജീവിക്കാൻ. അങ്ങനെ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ലോകം വിട്ടു പോകേണ്ടി വരും. അടുത്ത വാക്യം, എന്നാൽ സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ, ക്രിസ്തുവിനെ അറിഞ്ഞ ഒരുവൻ, സഭയിലായ ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്, അങ്ങനെയുള്ളവനോടുള്ള ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? ഒരു വിശ്വാസി ഇതെല്ലാം വിട്ട് കർത്താവിൽ രൂപാന്തരം എന്നൊരു വിശ്വാസി വീണ്ടും ആ നിലയിലേക്ക് പോയി. നമുക്കറിയാം, 1 കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വിശ്വാസിയായ ശേഷം, കർത്താവിനെ അറിഞ്ഞ ശേഷം, അപ്പൻ്റെ 2ാം ഭാര്യ എന്ന് കരുതാം, ആളുമായി വേണ്ടാത്ത ഒരു ബന്ധത്തിൽ കുടുങ്ങി വളരെ ദുഷിച്ചൊരു ജീവൻ നയിച്ചപ്പോൾ ആ മനുഷ്യനെ നിങ്ങൾ സഭയിൽ നിന്ന് മാറ്റി നിർത്താൻ പറയാം. പക്ഷേ ആ ആൾ മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ മടങ്ങി വരാൻ ദൈവം ഇടയാക്കട്ടെ. അവനൊരു ജഡസംഹാരത്തിനായിട്ട് അവൻ സാത്താനെ ഏൽപ്പിക്കപ്പെടുമ്പോൾ സഭയും കൈയെടുക്കുകയാണ്. സഭ ആരെയും ജഡസംഹാരം ചെയ്യത്തില്ല, ദൈവം ആരെയും ജഡസംഹാരം ചെയ്യത്തില്ല. ദൈവത്തിൻ്റെ ബാലശിക്ഷ ദൈവവചനത്തിലൂടെ, ദൈവവചനം ഒന്നും കേട്ടിട്ട് ആ മനുഷ്യന് മാറ്റം വരുന്നില്ല. ഉടനെ പറയാണ് അവനെ വേർതിരിക്കാൻ പറയുമ്പോഴും പൗലോസ് പറയാണ്, അവന് ആ സഭയുടെ പ്രൊട്ടക്ഷനും അനുഗ്രഹവും ഒക്കെ മാറിക്കഴിയുമ്പോൾ അവനുണ്ടാകുന്ന പ്രതിസന്ധിയിൽ അവനൊരു മാനസാന്തരം വരട്ടെ, അങ്ങനെ അവൻ രക്ഷിക്കപ്പെടട്ടെ. ചുരുക്കി പറഞ്ഞാൽ, ആരെയും തള്ളിക്കളയുന്ന ഒരു മഹാപാപിയെ പോലും തള്ളിക്കളയുന്ന ഒരു രീതി തിരുവചനത്തിലില്ല, ക്രിസ്തുവിലില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്. 2 കൊരിന്ത്യർ 6 അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് പഴയ നിയമത്തിലെ വാക്യെടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ ഏത് വേദഭാഗം വായിച്ചാലും ആ വേദഭാഗത്തിൻ്റെ തൊട്ട് മുകളിലോ അതിന് തൊട്ട് പിമ്പോ ഇത് വാസ്തവത്തിൽ എന്താണെന്ന് ഉറപ്പിച്ച് പറയുന്നൊരു വാചകം കാണും. അത് 2 കൊരിന്ത്യർ 6-ൻ്റെ ഒടുവ് 6-ൽ അത് തീർന്നിട്ട് 7-ാം അധ്യായം തുടങ്ങുക. പൗലൂസ് അധ്യായമൊന്നും തിരിച്ചില്ല. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 6:14 തുടക്കം വായിക്കാം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്. അവിടെ ഇംഗ്ലീഷിൽ അൺഈക്വലി യോക്ക്ഡ് വിത്ത് അൺബിലീവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കാളയെയും ഒരു പോത്തിനെയും കൂടെ ഒരേ യോക്കിൽ, ഒരേ നുഖത്തിൽ വെച്ച് കെട്ടത്തില്ല, അതുപോലെ വെച്ച് കെട്ടരുത് എന്ന അൺഈക്വലി യോക്ക്ഡ്, ഇണയില്ലാപ്പിണ കൂടുക എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവിശ്വാസിയുമായി സമ്പർക്കം അരുതെന്നല്ല, കർത്താവിൽ വിശ്വസിച്ചൊരു വ്യക്തി എപ്പോഴും പോസിറ്റീവായിരിക്കും. ഉദാഹരണത്തിന്, ഏത് പ്രതിസന്ധി വന്നാലും നടക്കും, കർത്താവ് അത്ഭുത വഴി തുറക്കും എന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഇല്ലാത്ത വ്യക്തി ഇതൊക്കെ നാശത്തിലേക്കാണ്, ചത്ത മതി എന്ന് പറയും. അപ്പോൾ ഈ 2 ആശയങ്ങൾ അവിടെ വരുമ്പോൾ ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചില കാര്യങ്ങളിൽ, ആശയങ്ങളിൽ ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളിൽ പോകാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു വിശ്വാസി ആ ക്രിസ്തുവിലുള്ള വിശ്വാസം ഇല്ലാത്ത ആളെ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അവിടെയാണ്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്ന വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വസിക്കുന്ന ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിൻ്റെ ആശയമുള്ള ഒരു വ്യക്തിയെ മാത്രമേ ജീവിത പങ്കാളിയാക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് 2 കൂടെ ഒരിക്കലും സമാധാനത്തിൽ ജീവിക്കാനൊക്കത്തില്ല.
അവിടെ തന്നെ പറയണം, സമാധാനത്തിൽ ജീവിക്കാനാണല്ലോ ദൈവം വിളിച്ചിരിക്കുന്നത്. കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. കാരണം ഒരാളുടെ വ്യൂ പോയിൻ്റ് വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കും, ഒരാളുടെ വ്യൂ പോയിൻ്റ് ലോകത്തിലെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിനപ്പുറത്തൊന്നും നടക്കുമെന്ന് ചിന്തിക്കാത്ത ഒരാളാണ് കൂട്ട് പങ്കാളിയെങ്കിൽ ആൾ നെഗറ്റീവും നിരാശയും ഭയവും ഒക്കെ ആയിരിക്കും പറയുന്നത്. ഒരാൾ ക്രിസ്തുവിൽ ക്ഷമിക്കാമെന്ന് പറയുമ്പോൾ വേറൊരാൾ വൈരാഗ്യത്തിൻ്റെ കാര്യമായിരിക്കും പറയുന്നത്. ഒരിക്കലും ആ കുടുംബത്തിന് സമാധാനത്തിൽ പോകാനൊക്കത്തില്ല. അല്ലാതെ ആ വ്യക്തിയോട് പിണക്കുമോ ഒന്നുമല്ല, ആ ആശയങ്ങളിലുള്ള വേർപാട്, പാപ സ്വഭാവത്തോടുള്ള വേർപാട്, ചിന്താഗതികളുള്ള വേർപാടാണ് ഇവിടെ കൂട്ടിയിണക്കരുത് എന്ന് പറയുന്നത്. അത് തെളിയുന്നത് നിങ്ങൾ അവിശ്വാസികളോട് ഇടയിലപ്പണം കൂടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോൾ പഴയ നിയമത്തിലെ വാക്യം എടുത്ത് പറയുക, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. ഈ വാഗ്ദത്തങ്ങൾ ഒക്കെ പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ നടുവിൽ വസിക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇത് 2 കൊരിന്ത്യർ 7:1 പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേച്ചുകൊള്ളുക. ഇവിടെ പറയാണ്, നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി. ഇവിടെ ആത്മാവിലെ കന്മഷം, ആത്മാവിൽ എവിടെ കുഴപ്പമിരിക്കുന്നത് പറയാം. 2 കൊരിന്ത്യർ 11 വരുമ്പോൾ പറയാണ്, നിങ്ങൾ കേൾക്കാത്ത വേറൊരു ക്രിസ്തുവിനെ കേൾക്കുമ്പോൾ നിങ്ങൾ വേറൊരു ആത്മാവ് നിങ്ങളിൽ പ്രവേശിക്കും. 2 കൊരിന്ത്യർ 11 ആദ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കേട്ട ഉപദേശം ശരിയല്ലെങ്കിൽ, ക്രിസ്തു ശരിയല്ലെങ്കിൽ, ആ ക്ഷമിക്കുന്ന, ആ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കുമ്പോൾ തന്നെ പാപം മോചിക്കപ്പെടുന്ന ഒരു ക്രിസ്തുവിനെ നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ വേറൊരു ആത്മാവിൻ്റെ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാകും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമുക്ക് നമ്മളിൽ ഒരു രൂപാന്തരം വരുത്താമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതുകൊണ്ട് ഇനി ആ മനുഷ്യരുടെ പോകരുത്, അവരെ ഒന്നും വർത്തമാനം പറയാൻ പോകരുതെന്നല്ല. ലെറ്റസ് ചേഞ്ച് അവർ തിങ്കിങ്. നമ്മുടെ ആത്മാവിലെ വേണ്ടാത്ത സ്വാധീനങ്ങൾ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ ജഡത്തിൽ, അവരവരിൽ മാറ്റം വരുത്താനാണ് ഈ വേദഭാഗത്തിൻ്റെ അർത്ഥം. ഇപ്പോൾ കർത്താവ് ഇത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഭക്ഷണം ഒഴിവാക്കുകയല്ല. പൗലോസ് തന്നെ പറഞ്ഞത്, നിങ്ങൾ അശുദ്ധമായത് എന്തെങ്കിലും തൊടാതിരിക്കുകയല്ല, മറിച്ച് നമ്മളുടെ അകത്ത് പാപത്തോടുള്ളൊരു വേർപാട് മാത്രമല്ല, ഒരു വ്യക്തി ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവൻ്റെ ചിന്താഗതികളാകെ മാറുകയാണ്. ഇപ്പം ഞാൻ വേർപാടാണെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് പാപകരമായ കാര്യങ്ങളോടെല്ലാം ആസക്തിയാണെങ്കിൽ അതെങ്ങനെ വേർപാടാകുന്നത്? ഞാൻ പുറമേ ഏതെങ്കിലും പ്രത്യേക വസ്ത്രം, വളരെ ഒരു ആത്മീയത പുലർത്തുന്ന ഒരു വസ്ത്രം ഞാൻ ധരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഹൃദയം നിറയെ പാപചിന്തകളാണെങ്കിൽ അതെങ്ങനെ വേർപാടാകുന്നത്? എന്നാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് വേണ്ടാത്ത സകലത്തിൽ നിന്നും ക്രിസ്തു വേർപെട്ടതുപോലെ വേർപെട്ടിരിപ്പാനാണ്. കർത്താവായ യേശു പാപികളുടെ ഇടയിലായിരുന്നു, തകർന്നവരുടെ ഇടയിലായിരുന്നു. അവരെ അശുദ്ധരെന്ന് വിളിച്ച് കർത്താവ് മാറ്റി നിർത്തിയില്ല. അവരുടെ വീടുകളിൽ പോയി വിരുന്ന് കഴിച്ചു. പക്ഷേ ക്രിസ്തുവിൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവരാൾ മാറി. സക്കായി ഒരു പുതിയ വ്യക്തിയായി തീർന്നു. അവൻ്റെ ചിന്താഗതി മാറി. പണത്തോടുള്ള ദ്രവ്യാഗ്രഹത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു സക്കായി. എന്നാൽ ഇപ്പോൾ താൻ മറ്റുള്ളവർക്ക് സഹായം കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറി. അതാ വേർപാട്. ആ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് തനിക്ക് വേർപാടുണ്ടായി, പാപ സ്വഭാവങ്ങളിൽ നിന്ന് വേർപാടുണ്ടായി, ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് അതിൽ നിന്ന് വേർപാടുണ്ടായി, സ്നേഹിക്കാനിടയായി തീർന്നു. ആ യഥാർത്ഥ വേർപാട് നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവെ, അവിടുന്ന് പാപികളോട് വേർപെട്ടവനാണെന്ന് തിരുവചനം പറയുന്നു. എന്നാൽ അങ്ങ് പാപികളായ മനുഷ്യരുടെ ഇടയിൽ ഇരുന്നു, അവരുടെ കൂടെ സംസർഗം ചെയ്തു, അവരുടെ ഭക്ഷണം കഴിച്ചു. കർത്താവെ, എന്നാൽ അങ്ങയിലെ ദിവ്യ സ്വഭാവങ്ങൾ അവരിലേക്ക് പകർന്ന് അവരെ യഥാർത്ഥ വേർപാടിലേക്ക് നടത്തിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവ് തരുന്ന യഥാർത്ഥ വേർപാടും വിശുദ്ധിയും തരുന്നതിനായി സ്തോത്രം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. കർത്താവെ, അങ്ങയുടെ വിശുദ്ധി പുറമേ ഉള്ളതല്ലല്ലോ, ഹൃദയത്തിനുള്ളിൽ വരുന്ന രൂപാന്തരമാണല്ലോ. സ്നേഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞതാണല്ലോ. പകയും പിണക്കവും കോപവും ക്രോധവും വൈരാഗ്യവും വിട്ടുകളയുന്ന, അതിനോട് വേർപെടുന്ന ഒരനുഭവമാണല്ലോ. അത് ഞങ്ങളിൽ തരുന്നതിനായി സ്തോത്രം. അപ്പോൾ തന്നെ കർത്താവെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും തൃക്കരങ്ങൾ തരുന്നു. ഈ നിമിഷം തന്നെ രോഗബന്ധനങ്ങൾ അഴിയട്ടെ,
പാപത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ, മദ്യപാന ശക്തികൾ വിട്ടുമാറട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും അത്ഭുത സൗഖ്യം കൊടുക്കുന്നതിനായി സ്തോത്രം. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ ഇന്ന് തകർന്ന ഹൃദയത്തോടെ ഇനി വേറെ ഒരു വഴിയും മുമ്പിലില്ല എന്ന നിലയിൽ കേൾക്കുന്നവരുണ്ടല്ലോ കർത്താവേ, അങ്ങയുടെ കരം തൊട്ട് വിടുവിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ വേർപാട് നമ്മളിലുണ്ടായിരിക്കട്ടെ. അവിശ്വാസത്തിൽ നിന്ന്, നിരാശയിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, പകയിൽ നിന്ന്, പിണക്കത്തിൽ നിന്ന്, വൈരാഗ്യത്തിൽ നിന്ന്, മദ്യാസക്തിയിൽ നിന്ന്, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന്, അതിൽ നിന്നെല്ലാം നമുക്കൊരു വേർപാടുണ്ടായി സ്നേഹവും സന്തോഷവും സമാധാനവും മറ്റുള്ളവരെ സഹായിക്കുന്നതും പാപത്തിൻ്റെ അഴുക്ക് സ്വഭാവങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ മാറിയിരിക്കുന്നതുമായ ജഡത്തിലെ ആത്മാവിലെ സകല കന്മഷവും നോക്കി വിശുദ്ധിയത്തേക്കുന്ന ദിവ്യവിശുദ്ധി നമ്മളിൽ വരട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു ശുശ്രൂഷയിൽ നമുക്ക് വീണ്ടും ചേരാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9473356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. शांति का राजकुमार है तू. से देखो आते हैं बहते हुए खून की धार. क्रूज से देखो आती है बहते हुए खून की धार. ओ मसीह तूने हम സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. ശാപമാകെ ഏറ്റ
ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. കവിഞ്ഞൊടുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അനുഗ്രഹം അനുഭവിപ്പാൻ എന്നെ നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുക. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ എല്ലാവരും പെട്ടെന്ന് വിചാരിക്കുന്ന ഭൗതികമായ അനുഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരും. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അവന് കൂടുതലും പെട്ടെന്ന് അവൻ്റെ മുമ്പിലുള്ളത് ഭൗതിക കാര്യങ്ങൾ. അനുഗ്രഹിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാകുക എന്നാൽ പലപ്പോഴും മനസ്സ് വരുന്ന, പക്ഷേ ഒത്തിരി പൈസ ഉള്ളപ്പോഴും ശാപത്തിൻ്റെ കുഴിയിൽ ആയിരിക്കാൻ പറ്റുമെന്ന് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാനും എൻ്റെ വീട്ടിലുള്ളവരും. പൈസ ഉണ്ടായിരുന്നു, വസ്തുവക ഉണ്ടായിരുന്നു, പക്ഷേ സമാധാനവും സന്തോഷവും ജീവിതത്തിലില്ലായിരുന്നു. ക്രിസ്തു വന്നപ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടായി. അപ്പോൾ തന്നെ ഒരു കാര്യം അറിയണം, യേശുക്രിസ്തുവിനുള്ള അനുഗ്രഹത്തിനകത്ത് സാമ്പത്തിക അനുഗ്രഹമുണ്ട്. നമ്മുടെ കർത്താവായ യേശു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ അവൻ ദരിദ്രനായി. ഭൗതിക കാര്യം പറയുന്നിടത്താണ് 2 കൊരിന്ത്യർ 8 അത് പറയുന്നത്. ക്രിസ്തുവിലുള്ള അനുഗ്രഹത്തിൽ സമാധാനവും സന്തോഷവും ഭൗതിക നന്മകളും രോഗസൗഖ്യവും ആരോഗ്യവും നിത്യജീവൻ്റെ പ്രത്യാശയും എല്ലാം അടങ്ങുന്ന അനുഗ്രഹം. സോ ക്രിസ്തു മുഖേന എങ്ങനെ ഭൗതികമായി സാമ്പത്തിക അനുഗ്രഹം എങ്ങനെ തിരുവചനം പഠിപ്പിക്കുന്നു, നമുക്ക് ആ വചനത്തിലേക്ക് കിടക്കാം. നമ്മുടെ വിഷയം ഇന്ന് അനുഗ്രഹവും ശാപവുമാണ്. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. വചനം ആവർത്തന പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായമാണ്. നമ്മൾ 28-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ് വായിച്ചത്. അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. ഈ അനുഗ്രഹങ്ങളെല്ലാം, ഈ ഐശ്വര്യം, അനുഗ്രഹം എന്ന് പറയുന്നതാണ് ഐശ്വര്യം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈശ്വരാധീനമുള്ള വീട്, അല്ലെങ്കിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കും. നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹം സിദ്ധിക്കും എന്ന് പറയുമ്പോൾ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ദ ബ്ലെസ്സിങ്സ് വിൽ ഓവർടേക്ക് യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്നെ നിയന്ത്രണത്തിലല്ലായിരിക്കും അനുഗ്രഹം. അനുഗ്രഹം നിങ്ങൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി നിങ്ങളുടെ ജീവിതങ്ങളിൽ വരാൻ തുടങ്ങും. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഓവർടേക്ക് ചെയ്യും. അഥവാ എൻ്റെ നിയന്ത്രണത്തിലല്ല അനുഗ്രഹം. ചിലരുടെ ഈ മാനസികമായ അല്ലെങ്കിൽ മനസ്സിലുള്ള ചില നുണകൾ മാറ്റിക്കോണം. ഒന്ന്, ദാരിദ്ര്യം ദൈവത്തിന് ഉള്ളതൂടെ വിറ്റ് നടക്കാനാണ് താല്പര്യം. ഇല്ല, ദൈവത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ല. ദൈവം സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്നവനാ, ഉള്ള അനുഭവം കളയുന്നവനല്ല എൻ്റെ കർത്താവ്. 2, സമൃദ്ധി കർത്താവ് എൻ്റെ അവകാശമാണ്. 3, കർത്താവ് എനിക്ക് ദാനമായി തരുമ്പോൾ അത് അനുഭവിക്കണം. പലപ്പോഴും ഞാൻ പലരോടും സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് എനിക്ക് ദൈവം ദാനമായി തന്നത് മറ്റുള്ളവർ കാണരുത്, ഞാൻ കപടഭക്തി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പുറമേ വലിയ ദാരിദ്ര്യം കാണിക്കുകയും ചെയ്യും, മനസ്സിനകത്തുണ്ട് സമൃദ്ധിയായിട്ട് ജീവിക്കാൻ. എപ്പോഴും ഓർത്തോണം, വേണ്ടാത്ത കപടം വേണ്ട, ഹിപ്പോക്രസി. കർത്താവ് എന്നെ സാമ്പത്തികമായി അനുഗ്രഹിക്കും എന്ന് ഉള്ളിൽ വിശ്വസിക്കണം. പറഞ്ഞാട്ടെ, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. യേശു ഒരിക്കലും സമ്പത്തിൻ്റെ എതിരെ അല്ല. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാനുള്ള കാരണം, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് ഉള്ളിൽ അതുപോലെ ശക്തമായ പ്രേരണ തന്നതുകൊണ്ട്. ദാരിദ്ര്യമല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ദരിദ്രനെ സമ്പന്നനാക്കുന്നത്. ഞാൻ പിന്നെയും പറയാം, സമ്പന്നത എന്ന് പറയുന്നത് വീണ്ടും പൈസ മാത്രമല്ല, എന്നാൽ പൈസ അതിൻ്റെ ഭാഗമാണ്. ഹല്ലേലൂയ. സമ്പത്ത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ
ഓരോരുത്തർക്ക് ഓരോ നിലയിലായിരിക്കും അനുഗ്രഹം വേണ്ടിയത്. സമാധാനം അനുഗ്രഹമാണ്, ആശ്വാസം അനുഗ്രഹമാണ്, തലമുറയുടെ നന്മ അനുഗ്രഹമാണ്, അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാണ്. അപ്പോൾ തന്നെ പൈസയ്ക്ക് പൈസ വേണ്ടേ? വേണം. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ച ആ ചോദ്യത്തിന് അത് എടുത്തിട്ട് ഞാൻ മടങ്ങി ആവർത്തന പുസ്തകത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ വായിക്കപ്പെടാൻ പോവുക. ശ്രദ്ധിക്കുക. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം മുതൽ. അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവന്റെ മുൻപിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുക. ചോദ്യം, നല്ല ഗുരു നിത്യജീവനാണ്. പക്ഷെ യേശു സാമ്പത്തിക കാര്യമായി പറയാൻ പോകുന്നത്. കാര്യം, തൻ്റെ ആശ്രയം സമ്പത്തായിരുന്നു. പെട്ടെന്ന് വായിച്ചു. നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരും എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട, ദൈവം ഒരുവനെ നല്ലവനുള്ളൂ. കർത്താവെ നീ നല്ലവനാ, നീ വല്ലഭനാന്ന് പറഞ്ഞാൽ കർത്താവ് ഒന്നും പൊങ്ങിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പോകുന്നില്ല. കർത്താവിന് നമ്മുടെ കൈക്കൂലി വേണ്ട, കർത്താവിന് നമ്മുടെ കൈകൾ കൊണ്ട് ശുശ്രൂഷ വേണ്ട. അപ്പോസ്തല പ്രവൃത്തി ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ മനുഷ്യൻ്റെ കൈകളാൽ ശുശ്രൂഷ ആഗ്രഹിക്കുന്നവനല്ല. സങ്കീർത്തനങ്ങളിൽ പറയാണ്, എനിക്ക് നിൻ്റെ യാഗം വേണ്ട, എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നീ കൊണ്ടിരുന്ന യാഗം കൊണ്ടല്ല എൻ്റെ വിശപ്പ് മാറുന്നത്, ആ കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ എൻ്റേതാ, എനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. ഞാൻ വിശ്വാസ ജീവിതത്തിൽ വരുന്ന സമയത്ത് ചെറുപ്പം മുതൽ ഉണ്ടായിരുന്ന പല ചോദ്യങ്ങളുടെ മറുപടിയായിരുന്നു എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാൻ വരാനുള്ള പ്രധാന കാരണം. ഒന്ന്, എനിക്ക് സംശയം ഒന്നുണ്ടായിരുന്നു. ഇത്രയും മതങ്ങളുള്ളപ്പം ദൈവം ഏതെങ്കിലും മതത്തിൻ്റെ വക്താവാണോ? ദൈവത്തിന് ഒരു മതം കാണുമോ? ദൈവം എന്ന് പറയുന്ന ആൾ സൃഷ്ടാവല്ലേ? യേശു പറയാ, ഞാൻ ക്രിസ്ത്യാനിയുടെ ദേവനാന്ന് പറയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും യേശുവിനെ വിശ്വസിക്കത്തില്ല. ദൈവം സൃഷ്ടാവാ, സ്നേഹിക്കുന്ന പിതാവാ. ദൈവത്തിന് എങ്ങനെയാ ഒരു മതമുണ്ടാകുന്നത്? ദൈവം മതത്തിൻ്റെ വക്താവല്ല, അവൻ രക്ഷകനാ, സ്നേഹിക്കുന്ന നല്ല പിതാവാ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. സോ ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങോട്ട് വാങ്ങുന്നവനല്ലായിരിക്കും, അങ്ങോട്ട് കൊടുക്കുന്നവനായിരിക്കും. അങ്ങനെ കണ്ടത് ഒരേ സ്ഥലത്തേ ഉള്ളൂ. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി ലോകത്തെ സ്നേഹിക്കുവാൻ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്ന പൈസ കൊണ്ടോ നമ്മൾ ചെയ്യുന്ന ഏതോ കാര്യം കൊണ്ട് പ്രസാദിക്കുന്ന ദൈവമല്ല ദൈവം. ദൈവം എന്ന് പറയുന്നത് എൻ്റെ ഉള്ള അവസ്ഥയിൽ എന്നെ സ്നേഹിക്കുന്നവനാ, എൻ്റെ ബലഹീനത ഉൾപ്പെടെ എന്നെ സ്നേഹിക്കുന്നവനാ. എനിക്ക് 3 മക്കളാണ് ഉള്ളത്. 3 പേരിലും ഒരു വ്യത്യാസവും എനിക്കില്ല. 3 മക്കളും എൻ്റെ മക്കൾ തന്നെയാണ്. അതുപോലെ തന്നെയാ ദൈവം, അതിനേക്കാളും ശ്രേഷ്ഠമാ ദൈവം. അതാ യേശു പറഞ്ഞത്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം. കർത്താവിന് എന്തോ നൽകിക്കൊണ്ടോ കർത്താവിനെ പുകഴ്ത്തിയതുകൊണ്ടോ ഒന്നും കിട്ടത്തില്ല. ഈ വ്യക്തി വന്ന യേശുവിനോട് പറയുകയാണ്, നല്ല ഗുരുവേ. യേശു പറഞ്ഞു, നല്ലവൻ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ, എന്നെ പോക്കണ്ട, ഉള്ള കാര്യം പറഞ്ഞോളാൻ. അവൻ്റെ ചോദ്യം, നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്നാ ചെയ്യണം? നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്തും കൂടെ ചെയ്യണം എന്നാ അദ്ദേഹത്തിൻ്റെ ചോദ്യം. തൻ്റെ മറുപടിയാണ് നേരത്തെ ഇത് ഞാൻ പറഞ്ഞത്, ഒന്നുകൂടെ ആവർത്തിച്ചത്. സാമ്പത്തികമായ കാര്യം പറഞ്ഞു വരാനാ യേശു തന്നോട് കൽപ്പനകൾ പറഞ്ഞു. താൻ ഉടനെ തൻ്റെ മറുപടി, ഇത് മുഴുവൻ ഞാൻ ചെറുപ്പം മുതലേ ചെയ്യുന്നുണ്ട്. 21-ാം വാക്യം. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. കർത്താവായ യേശു അവനെ നോക്കി സ്നേഹിച്ചു. ഇത് യേശുവിൻ്റെ ഒരു സ്വഭാവമാണ്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞല്ലോ, വേറെ ഒന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ്. നോക്കിക്കേ, യേശുവിനെ പരീക്ഷിക്കാനാണ് വന്നത്, യേശുവിനോട് ചോദ്യം ചോദിക്കാനാണ് വന്നത്. പക്ഷെ അവിടെ പറയാം, യേശു അവനെ നോക്കി സ്നേഹിച്ചു. യേശുവിന് എല്ലാവരോടും സ്നേഹമാ. കാര്യം, എല്ലാവരും തൻ്റെ സൃഷ്ടിയാ. സുവിശേഷം കേട്ടവരും ഹല്ലേലൂയ പറഞ്ഞവരും ഇതിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരും അവരെല്ലാവരും അവൻ്റെ മക്കളാണ്. അവരെല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒരിക്കലും നിങ്ങളെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞ ഉടനെ തകർക്കാൻ നടക്കുന്നവനല്ല. കർത്താവ് അവരെ സ്നേഹത്തിൽ രൂപാന്തരപ്പെടുത്തുന്നവനാ. വചനത്തിൽ ഈ വ്യക്തി സംശയം ചോദ്യം ചോദിക്കുമ്പോൾ യേശുവിൻ്റെ വചനം പറയാണ്, ആൻഡ് ജീസസ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ലവ്ഡ് ഹിം. തന്നെ സ്നേഹിച്ചു. സ്നേഹത്തോടെ പറഞ്ഞു,
നീ ഇന്നതൊക്കെ ചെയ്യണം, നിനക്ക് സമ്പത്തുണ്ട്, അത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് മനപ്രയാസം ഉണ്ടായി. 21 താഴോട്ട് വായിക്കുമ്പോൾ 22 വാക്യം വായിച്ചേ. അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ അവൻ വളരെ സമ്പത്തുള്ളവനാകയാൽ ഈ വചനത്തിങ്കൽ വിഷാദിച്ചു. ഈ പറഞ്ഞ നിന്റെ ഉള്ളത് മുഴുവൻ ദരിദ്രന് കൊടുക്കുന്ന പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ വിഷാദമായി, സങ്കടമായി. ഹല്ലേലൂയ. എന്നിട്ട് താഴോട്ട് വായിച്ചേ. വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. യേശു ചുറ്റും നോക്കി തന്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന്. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എന്ത് പ്രയാസമാ. ഈ 2 വാക്കെടുത്താണ് ഈ ക്രൈസ്തവ സമൂഹം ദാരിദ്ര്യം പറയാൻ തുടങ്ങിയത്. ഉള്ളത് മുഴുവൻ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, ഉള്ളത് എല്ലാം വിറ്റ് ദരിദ്രന്മാരോട് പറയുന്നവരുടെ വീട്ടിൽ ചെല്ലണം. എന്താ അവരുടെ സ്ഥിതി എന്ന് നിങ്ങൾ അന്വേഷിക്കണം. മുഴുവൻ ദാരിദ്ര്യം പറയുന്നവൻ്റെ വീട്ടിൽ നിന്ന്. ഇത് ഹിപ്പോക്രസിയാ. കർത്താവ് ഒരിക്കലും അങ്ങനെ പറയത്തില്ല. കർത്താവ് പറയുന്നത് മറ്റേ നേരെ തിരിച്ചാ. നീതിമാന് ലഭിച്ചിരിക്കുന്ന വസ്തുവിൻ്റെ മേൽ ദുഷ്ടന് ചെങ്കോൽ നിൽക്കത്തില്ല. നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ വസ്തുവിൻ്റെ എതിരെ ദുഷ്ടൻ്റെ ചെങ്കോൽ നിൽക്കത്തില്ല. അനാവശ്യമായി ആരെങ്കിലും നിങ്ങളുടെ വസ്തു അപഹരിക്കാൻ നോക്കിയാൽ വചനം പറയുന്നത് അത് നടക്കത്തില്ല. അത് നീതിമാൻ ആയ ദൈവം നിനക്ക് ദാനമായി തന്നതാ. അതെല്ലാം കൊടുത്തേച്ചു പോകാൻ ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല. 2, ധനവാൻ എങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് യേശു പറഞ്ഞെങ്കിൽ അതിന് ദൈവവചനത്തിൽ തന്നെ പറയാ. കൂട്ടത്തിൽ നടന്ന ശിഷ്യന്മാർ വിസ്മയിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, എടാവേ, പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ പറയുന്നത് നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നീ വായ്പ വാങ്ങുന്നവനല്ല, വായ്പ കൊടുക്കുന്നവനെ. സാമ്പത്തികമായ ഉയർച്ച ഇതുപോലെ പറയുന്ന സ്ഥലത്ത് യേശു പറഞ്ഞു, നിങ്ങൾ നോക്കിക്കേ, ഈ ധനവാന് ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അവിടം കൊണ്ട് വായിച്ച് അവസാനിപ്പിക്കരുത്, താഴോട്ടും കൂടെ വായിക്കണം. താഴോട്ട് വായിച്ചേ, പെട്ടെന്ന് വായിച്ചേ. അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. ശിഷ്യന്മാർ പറഞ്ഞു, എടാവേ, ഞങ്ങൾ കേട്ട് വന്നത് സമൃദ്ധിയായി, ഇവിടെ യേശു പറഞ്ഞത് ദാരിദ്ര്യമാണോ? അല്ല. യേശു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. വായിച്ചേ. എന്നാൽ യേശു പിന്നെ മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ഞാൻ പറയാം, സമ്പത്തല്ല വിഷയം, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ. അതാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ നിങ്ങൾ നേരത്തെ വായിച്ചത്. ഈ ലോകത്തിലെ ധനവാന്മാരോട് നിങ്ങൾ പോയി പറയണം, ധനത്തിൽ നിശ്ചയമില്ലാത്ത ധനത്തിൽ ആശ്രയിക്കാതെ എല്ലാ സകലതും ധാരാളമായി അനുഭവിക്കുന്ന കർത്താവിൽ ആശ്രയിക്കുവാൻ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യാം. യേശു എടുത്തു പറയാണ്, ദൈവരാജ്യത്തിൽ സമ്പത്തിൽ കയറുന്നവെന്നല്ല പറഞ്ഞത്, സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ. അവൻ ഓർക്കുന്നത് പൈസ കൊടുത്ത് സ്വർഗം കിട്ടത്തില്ല, കൈക്കൂലി കൊടുത്താൽ ദൈവം പ്രസാദിക്കും, നടക്കത്തില്ല. ദൈവം ഇവിടുത്തെ ഏതോ കറപ്റ്റ് ഒഫീഷ്യൽ അല്ല, കൈക്കൂലി വാങ്ങിക്കുന്നവനല്ല. അവന് പ്രസാദിപ്പിച്ച് എന്തോ ചെയ്യാം, നടക്കത്തില്ല. അതുകൊണ്ട് തൊട്ട് താഴെ ദൈവവചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വായിച്ചേ. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. അവരാകപ്പാടെ കുഴഞ്ഞു. ശിഷ്യന്മാരാകപ്പാടെ പ്രയാസപ്പെട്ടു. വായിച്ചേ. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയും എന്ന് തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം, മനുഷ്യരാൽ ഇത് അസാധ്യം, ദൈവത്താൽ ഇത് സാധിക്കും. മനുഷ്യരാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും കിട്ടാൻ നോക്കിയാൽ അത് അസാധ്യമാ. എന്നാൽ ദൈവത്താൽ അത് സാധ്യമാ. ദൈവം അത് സാധ്യമാക്കിയത് ക്രിസ്തു മുഖാന്തരമാ. യേശുവിനെ അയച്ചതോടെ സാധ്യതകളെല്ലാം നമുക്ക് വേണ്ടി തുറന്നു. എന്നിട്ടാണ് യേശു താഴോട്ട് പറയുന്നത്. വായിച്ചേ. മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ഇതാ ഞങ്ങൾ സകലവും വിട്ടു നിന്നെ. ഉടനെ പത്രോസ് നിങ്ങളെയും എൻ്റെയും പോലെ ചോദിച്ചു, ഞങ്ങളെല്ലാം വിട്ടേച്ചാണ് കർത്താവെ നിന്റെ പുറകെ ഇറങ്ങിയത്, ഞങ്ങൾക്കെന്നാ കിട്ടും? അതല്ലേ നമ്മുടെ മുദ്രാവാക്യം, ഞങ്ങൾക്കെന്നാ കിട്ടും. ഞാനൊരു കാര്യം പറയാം, യേശുവിൻ്റെ അടുക്കൽ വരുമ്പം നമ്മുടെ എല്ലാം മുദ്രാവാക്യം, ഞാൻ ഉൾപ്പെടെ ഉള്ള മുദ്രാവാക്യം എനിക്കെന്നാ കിട്ടും. എനിക്ക് സൗഖ്യം വേണം, എൻ്റെ ബിസിനസ് എല്ലാം തകരാൻ തുടങ്ങി, ഞാൻ തളർന്നു നടക്കുമല്ലേ, ഈ കർത്താവ് എനിക്കെന്നാ കിട്ടും. പഠനം യേശുവിൻ്റെ മറുപടിയാണ്. യേശുവിനറിയാം ഇവിടെയും അനുഗ്രഹമാണ്. യേശു ഒരിക്കലും നിങ്ങളുടെ ആവശ്യങ്ങളെ മറികടക്കുന്നവനല്ല. യേശു നിങ്ങളുടെ ആവശ്യം എന്താണോ അത് അപ്പോൾ തന്നെ നിവർത്തിക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. എന്നിട്ട് യേശു പറയാണ്, വായിച്ചേ. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷത്തിനും വീടോ സഹോദരന്മാരെയോ
സഹോദരന്മാരെയോ സഹോദരികളെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ. വിട്ടാൽ എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ച് ഇറങ്ങുന്നതെന്നല്ല, ഹൃദയത്തിൽ അത് വിട്ടാൽ. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമായിരിക്കണം. വ്യക്തിപരമായി ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ ഹൃദയം നിറച്ച് ദൈവമാ. പക്ഷേ വ്യക്തി ജീവിതത്തിൽ എന്നെ സംബന്ധിച്ചോളം ആദ്യ സ്ഥാനം എൻ്റെ ഭാര്യയ്ക്കാണ്, രണ്ടാമത്തെ സ്ഥാനം മക്കൾക്കാണ്, മൂന്നാമത്തെ സ്ഥാനം ഹെവൻലി ഫീസ്റ്റിന്, നാലാമത്തെ സ്ഥാനം ലോകത്തിലുള്ള എല്ലാവർക്കുമാണ്. അപ്പം നിങ്ങൾ പറയും ഇത് സ്വാർത്ഥതയല്ലേ? അല്ല, എല്ലാം അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുടുംബജീവിതമാണ്. ഹല്ലേലൂയ. ചിലർ കുടുംബത്തെ മറന്ന് ഭയങ്കര കാര്യം ചെയ്യാൻ നോക്കും, നടക്കത്തില്ല. കാര്യം കുടുംബജീവിതമാണ് എല്ലാം അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനം. ഹൃദയത്തിൽ ആദ്യമേ ദൈവം. അതാ യേശു പറയുന്നത്, ഞാൻ നിമിത്തം ഭവനത്തെ, സഹോദരികളെ, അപ്പന്, അമ്മയെ എല്ലാം വിട്ടെന്ന് പറഞ്ഞാൽ എല്ലാം ബൈ ബൈ പറഞ്ഞ് ഇറങ്ങാനല്ല പറഞ്ഞത്. ഹൃദയത്തിൽ ആ ധനവാന് ഹൃദയത്തിൽ സമ്പന്നതയായിരുന്നു, ആ പൈസ വിടാൻ മടിയായിരുന്നു. യേശു അതാ പറഞ്ഞു, അത് വിട്ടേച്ച് വരാൻ. അത് വിട്ടേ, നീ ഒന്ന് വിറ്റെന്ന് പറയും, അയ്യോ അത് പറ്റത്തില്ല. അതല്ല, കർത്താവാണ് എല്ലാം എൻ്റേത്, അവനില്ല ഞാൻ ആശ്രയിക്കുന്നത്, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതം എന്ന് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിനായിരിക്കണം. കർത്താവ് പറയാ, എൻ്റെ നിമിത്തം. വായിച്ചേ. അതിന് യേശു, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ സഹോദരന്മാരെയോ സഹോദരികളെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തിൽ തന്നെ പറഞ്ഞ ഈ ലോകത്തിൽ തന്നെ പോരാ, ഈ ലോകത്തിൽ തന്നെ. ഒന്നുകൂടെ പറഞ്ഞേ, ഈ ലോകത്തിൽ തന്നെ, അല്ലാതെ സ്വർഗത്തിൽ ചെന്നിട്ടല്ല, ഈ ലോകത്തിൽ തന്നെ. ഉപദ്രവങ്ങളോടും കൂടെ. ഉപദ്രവങ്ങളുടെ കൂടെ. ഉപദ്രവം എന്താന്ന് ഞാൻ പറയാം. 100 മടങ്ങായി വീടുകളെയും വീടുകളെയും പറഞ്ഞിട്ട് വീടുകളെയും. ഒരു വീടുള്ള ആൾ അടുത്ത വീടിന് അഡ്വാൻസ് റെഡിയാക്കി കാണാം. വീടുകളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും അമ്മമാരെയും മക്കളെയും നിലങ്ങൾ. ഒരു എസ്റ്റേറ്റ് ഉള്ള ആൾ അടുത്ത എസ്റ്റേറ്റിന് അഡ്വാൻസ് കൊടുക്കാൻ തയ്യാറായിക്കോളാം. നിലങ്ങളെയും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിത്യജീവൻ ക്രിസ്തുയേശുവിൽ ഈ ലോകത്തിൽ 100 മടങ്ങായി. ഇത് കർത്താവ് പറഞ്ഞ വാക്കാ, അത് മാറത്തില്ല. ഹല്ലേലൂയ. ഉയർച്ച എന്ന് പറയുന്നത് കർത്താവിൻ്റെ പദ്ധതിയാ. ഇത് പറയുമ്പോൾ ചിലർ പറയും, തങ്കു ബ്രദർ എപ്പോഴും സമർത്ഥിയാണ് പറയുന്നത്. എന്നാ ചെയ്യാൻ, ഇതിനകത്ത് പറഞ്ഞതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവ് ഉയർച്ചയുടെ കർത്താവാ, കർത്താവ് നൽകുന്നവനാ. പക്ഷേ ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. കണ്ടീഷൻ വേറെ ഒന്നുമല്ല, ഇത് ഞാൻ നിമിത്തമായിരിക്കണം. എൻ്റെ നിമിത്തം ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ നിത്യജീവനുണ്ട്. അപ്പോൾ തന്നെ 100 മടങ്ങായി ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഗ്രഹിക്കപ്പെടും. ഒന്നുറക്കെ പറഞ്ഞ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ശബ്ദമുയർത്തി പറഞ്ഞ്, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഒരു വീടല്ല, വീടുകൾ കാണും. ഒരു നിലമല്ല, നിലങ്ങൾ കാണും. എന്താ, 100 കണക്കിന് സഹോദരന്മാർ കാണും. കർത്താവിൻ്റെ കൃപയാൽ ഇന്ന് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം, ഏത് ദേശത്ത് ചെന്നാലും ഏത് രാജ്യത്തിൽ ചെന്നാലും അവിടെ സഹോദരിമാർ നിൽക്കുകയാണ്. ഞാൻ ഓരോ സ്ഥലത്ത് പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ എനിക്ക് ലോകത്തിൽ വേറെ എങ്ങും ആർക്കും ഇല്ലാത്തൊരു വലിയ മഹാഭാഗ്യമുണ്ട്. ഒരു ദിവസം ഒരു പ്രാവശ്യം എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന 10,000 സഹോദരന്മാർ. ഹല്ലേലൂയ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. യേശുവിൻ്റെ വാക്ക് മാറത്തില്ല. സോ കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ നിന്നും ഇടിച്ചു കളയണം. ദാരിദ്ര്യം ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അനാരോഗ്യം ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ദൈവം എല്ലായിടത്തും എല്ലായ്പ്പോഴും നിറയ്ക്കുന്നവനാ, സകലതും ധാരാളമായി അനുഭവിക്കാൻ തരുന്നവനാ. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ വിപരീതമായി എൻ്റെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ അതിനെ കുടഞ്ഞു കളയുവാനും അതിൻ്റെ കാരണം എന്താണെന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി ആ കാരണങ്ങൾ മാറ്റിവെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് അനുഭവിക്കാൻ എന്നും ചെയ്യാനില്ല, ചെയ്യേണ്ടത് മുഴുവൻ കർത്താവ് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുക. നമ്മളൊരു ഹോട്ടലിൽ പോയി ബഫേ കഴിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കഴിച്ച ആൾ ഇറങ്ങി വന്ന് അയാൾ ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ കയറി ഇറങ്ങി അവർ വെളിയിൽ വെയിറ്റ് ചെയ്യുമ്പോൾ അവർ ചോദിച്ചു, ഐസ്ക്രീം കിട്ടിയായിരുന്നോ? പറഞ്ഞു, ഇല്ല കിട്ടിയില്ല. ഐസ്ക്രീമും ഉണ്ട്. ഐസ്ക്രീം പാത്രം ആ ഹോട്ടലുകാർ മാറ്റി വെച്ചതാ. ഹല്ലേലൂയ. പക്ഷെ നേരത്തെ കഴിച്ചവൻ വന്ന് നമ്മളോട് പറയാണ്, അവിടെ ഐസ്ക്രീമും ഈ ബഫേക്കകത്തുള്ളതാ, ഞാൻ വിടുവോ? ഞാൻ തിരിച്ചു കയറി ചെന്ന് പറയും, ആ ഐസ്ക്രീം എന്ത് ചെയ്യേ? ഹല്ലേലൂയ. അത് ഐസ്ക്രീം ഇങ്ങെടുക്കാൻ ഈ ദിവസങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അതും ക്രിസ്തുവിൽ എനിക്കുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അത് വാശിയോടെ പിടിച്ചെടുക്കുന്ന, ബലാത്കാരികൾ ബലത്തോടെ പിടിച്ചെടുക്കുന്ന
ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ കർത്താവ് യേശുവിൽ പ്രാർത്ഥിക്കുക. ഹിതമാ കർത്താവിൻ്റെ എൻ്റെ ഉയർച്ച, എൻ്റെ മക്കളുടെ ഭാവി. ഞാൻ ചോദിക്കട്ടെ, മക്കൾ നന്നാകണമെന്ന് ഏത് അപ്പനും അമ്മയ്ക്കും ആഗ്രഹമില്ലാത്തത്? അങ്ങനെയാണെങ്കിൽ കർത്താവിന് അതിനേക്കാളും ആഗ്രഹമാണ്. വീണ്ടും ആവർത്തിച്ച് പറയാം, നിങ്ങളും ഞാനും അനുഗ്രഹത്തിൻ്റെ ദേശത്തിലെ അടയാളമാണ്. ലോകത്തിന് സുവിശേഷം കേട്ടാൽ പിടികിട്ടത്തില്ലായിരിക്കാം, പക്ഷെ ലോകത്തിൽ നിങ്ങളുടെ അനുഭവം കണ്ടാൽ ലോകക്കാർക്ക് പിടികിട്ടും ഇവനെടുത്ത മാർഗം ശരിയാണ്. ഞാൻ പറയാം, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ എന്തിനാണ് വിശ്വസിച്ചതെന്ന്. കണ്ടു നിൽക്കുന്നവന് മനസ്സിലാകത്തില്ല, പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് ഞാൻ പറയാം. ആ കുടുംബത്തിൽ, ആ ദേശത്തിൽ നിന്നെ അനുഗ്രഹത്തിൻ്റെ ഒരു അടയാളമായി ഉയർത്തി നിർത്തിയിട്ട് പറയും, മകനെ അവനെടുത്തതാ ശരിയായ മാർഗം. ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ യേശു എല്ലാവരുടേതുമാ. ഈ യേശുവിനെ വിശ്വസിക്കാൻ സ്വർഗീയ വിരുന്നിൽ വരേണ്ടിയ ഒരാവശ്യവുമില്ല. ഈ യേശുവിൽ വിശ്വസിക്കണമെങ്കിൽ ക്രിസ്ത്യാനിയാകാൻ ഒരാവശ്യവുമില്ല. നീ ആയിരിക്കുന്ന സ്ഥലത്ത് തന്നെ യേശുവേ എന്നൊന്ന് വിളിച്ചാൽ യേശു ആ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറ്റാൻ തുടങ്ങും. യേശു ആ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറ്റാൻ തുടങ്ങും. ഇരുട്ടിൽ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ ഇരുട്ടിൻ്റെ എല്ലാം അധികാരം അവിടെ പൊട്ടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഇന്ന് യേശുവിനെ എൻ്റെ സ്വന്തം കർത്താവ് എന്ന് പറയുമ്പോൾ, യേശുവെ എൻ്റെ ജീവിതം ദേ പിടിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ യേശു കടന്നു വരും. യേശു ആരുടെയും ജീവിതത്തിൽ ഇടിച്ചു കയറി വരുന്നവനല്ല, സ്വയമേ സമർപ്പിക്കുന്നവരുടെ വീട്ടിൽ കയറി വരും. ആ കയറി വരുന്നത് യേശു എന്ന് പറയുന്നത് സ്നേഹമാ. അതെ, അവിടെ സമാധാന പ്രഭുവാ, വെളിച്ചമാ. എന്തൊക്കെ പര്യായങ്ങൾ പറയാവോ അത് മുഴുവൻ യേശുവാ. ആ യേശു വീട്ടിൽ വരുമ്പോൾ അവൻ എല്ലാത്തിനെയും നിറയ്ക്കാൻ തുടങ്ങും. ശൂന്യത നിറയ്ക്കാൻ തുടങ്ങും, ഇല്ലായ്മ നിറയ്ക്കാൻ തുടങ്ങും, സമാധാനം നിറയ്ക്കാൻ തുടങ്ങും, ആരോഗ്യം നടക്കാൻ തുടങ്ങും. എവിടെയൊക്കെ ശൂന്യതയുണ്ടോ അവിടെ മുഴുവൻ നിറയ്ക്കാൻ തുടങ്ങും. ഇന്ന് എത്ര പേര് പറയും, കർത്താവേ നിറയ്ക്കുന്നവനായ അങ്ങാണ് എൻ്റെ കർത്താവ്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന അനേകർ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികളിൽ നട്ടം തിരിയുന്നവരുണ്ട്. ഞാൻ കർത്താവിലേക്ക് വരുമ്പോൾ അന്ന് വസ്തുവകകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഞങ്ങളും വീടായി കടന്നു പോയിക്കൊണ്ടിരുന്നത്. ചെല്ലുന്നിടത്തെല്ലാം പരാജയം, തൊട്ട ബിസിനസ്സുകൾ പരാജയം. അങ്ങനെ നിൽക്കുമ്പോൾ തങ്കുബ്രദറിൻ്റെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. താൻ വാഹന ആക്സിഡൻറ്റിൽ പെട്ട സമയത്ത് അതിനുശേഷം ഒത്തിരി ഓഫീസുകളും പല ബിസിനസ്സുകളും തനിക്കുണ്ടായിരുന്നു. അതെല്ലാം വലിയൊരു പ്രോബ്ലത്തിലേക്ക് പോയി, ഒന്നും നോക്കി നടത്താൻ പറ്റാതായി, വലിയൊരു സാമ്പത്തിക പ്രശ്നത്തിൽ ചെന്നുപെട്ടു. പലരും വിചാരിക്കും, ഈ വിശ്വാസത്തിലൊക്കെ വരുന്നവർ ചോദിക്കും, സഭയിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലേ, അല്ലെ അമേരിക്കയിൽ നിന്ന് സഭയിൽ നിന്ന് ഒന്നും കിട്ടുന്നതല്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. മുമ്പേ നിങ്ങളവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി നിങ്ങൾക്കിതൊക്കെയും ലഭിക്കും. അവിടെ പറയാം, നിങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് ഭാരപ്പെടണ്ട. കർത്താവുമായിട്ടൊന്ന് നിരപ്പായിക്കേ, കർത്താവിലേക്കൊന്ന് വന്നേ, വഴികൾ തുറക്കപ്പെടും. ഒന്നും വേണ്ടല്ലോ, ഒരു മദ്യപാനിയായ വ്യക്തി ക്രിസ്തുവിലാവുമ്പോൾ, ആ മദ്യപാനത്തിൻ്റെ കെട്ടുവിട്ട് അതിൽ നിന്ന് അവൻ സ്വതന്ത്രനാവുമ്പോൾ, പുകവലിയിൽ നിന്ന് സ്വതന്ത്രനാവുമ്പോൾ, വേണ്ടാത്ത ചിലവുകളിൽ നിന്ന് സ്വതന്ത്രനാവുമ്പോൾ തന്നെ എത്ര രൂപ ലാഭം അല്ലേ? അത് വലിയ ലാഭം. കൂടാതെ കർത്താവിൻ്റെ നാമം നമ്മൾ വിളിക്കുമ്പോൾ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും. പത്രോസിൻ്റെ വള്ളത്തിൽ യേശു കടന്നു വന്നപ്പോൾ ശൂന്യമായ വള്ളത്തെ ഒറ്റ മീൻപിടുത്തത്തിൽ സിംഗിൾ ക്യാച്ച് കൊണ്ട് 2 വള്ളം മീൻ നിറച്ചെന്ന് പറഞ്ഞ കഥയാണെങ്കിൽ ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. ബട്ട് ഐ ബിലീവ് ദിസ് മിറക്കിൾ. ആ യേശു ഇന്നും ജീവിക്കുന്നു. എൻ്റെ ഭവനത്തെ വിടുവിച്ച, കടബാധ്യതകളിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുവിച്ച അതേ യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു ജീവിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും ഭോഷത്വമാണ്, നിങ്ങളെ കളിപ്പിക്കുന്നവരുമാകുമെന്ന് പൗലോസ്ലീഹായും പറയുന്നുണ്ടല്ലോ. ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നില്ലെങ്കിൽ ഞങ്ങളായിരിക്കും മറ്റുള്ളവരെ കബളിപ്പിക്കുന്നവരെന്ന് പൗലോസ്ലീഹ 1 കൊരിന്ത്യർ 15 പറയുന്നു. ഞങ്ങൾ കബളിപ്പിക്കുന്നവരല്ല, അവനെ അനുഭവിച്ച ഉറപ്പോടെ പറയുന്നു. പ്രതിസന്ധിയിലാണോ, ആത്മഹത്യയുടെ വക്കിലാണോ, ജപ്തി നടപടി വക്കിലാണോ, കർത്താവ് അത്ഭുതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളിന്ന് കേട്ടത് സാമ്പത്തിക അനുഗ്രഹം ക്രിസ്തുവിലൂടെ ഉണ്ടെന്നുള്ളതാണല്ലോ. ഇത് കേട്ട ഓരോ വ്യക്തികളുടെ മേലും കർത്താവിൻ്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ആ ജപ്തി നടപടിയുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്ക് കർത്താവ് അത്ഭുത പരിഹാരം കൊടുക്കണം. സാമ്പത്തിക പ്രശ്നത്തെ കർത്താവ് വിടുവിക്കണം. വഴിയും വാതിലും തുറക്കണം. ആ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. സാമ്പത്തികമായ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. നിൻ്റെ നാമത്തിൽ നൽകുന്ന മക്കളുണ്ട്, അവരെല്ലാവരും നിറഞ്ഞ് കവിയട്ടെ കർത്താവ്. ഈ ദിവസങ്ങളെ മിഷൻ മന്ത്സിൽ കരം നീട്ടുമ്പോൾ ഓരോ കരങ്ങളെയും കർത്താവ് 100 മടങ്ങായി നന്മകളാൽ നിറയ്ക്കണം. അപ്പോൾ തന്നെ രോഗികൾക്ക് വേണ്ടി, മറ്റ് പല പ്രശ്നങ്ങളാൽ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൃക്കരം നീട്ടി വിടുവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് തരുന്ന വിടുതലുകൾ എന്താണെന്ന് ഞങ്ങളെയും അറിയിക്കണം. ഈ നമ്പറുകളിൽ പ്രാർത്ഥനയ്ക്കായി ഏത് സമയത്തും ബന്ധപ്പെടാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ മിനിസ്ട്രിയിൽ സാമ്പത്തിക പങ്കാളികളാകുക. ഹെവൻലി ഫീസ്റ്റ് മിഷൻ മന്ത്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9447356682. വരൂ, യേശുവിനായി സുവിശേഷത്തിനായി വിതറാം, വാരി വിതയ്ക്കാം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തലയിൽ ജൂലൈ 10 വെള്ളി. ശുശ്രൂഷ രാവിലെ 10-ന് സെയിൻറ്റ് പീറ്റേഴ്സ് മാർത്തോമ പാരിഷ് ഹാൾ, കല്ലുമൂട് ജംഗ്ഷൻ, ചെന്നിത്തല. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ ജൂലൈ 11 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഐശ്വര്യ ഓഡിറ്റോറിയം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ആലപ്പുഴ ജില്ലയിലെ വീയപുരത്ത് ജൂലൈ 31 വെള്ളി. ആതിര DD ഓഡിറ്റോറിയം. ശുശ്രൂഷകൾ രാവിലെ 10-ന്. बहते हुए खून की धार, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे